മഴ ശക്തമായതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിലാണ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ മറ്റ് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കാസർഗോഡ് ജില്ലയിലെ 2ാം റീച്ചിൽ വീണ്ടും ഒരു ഗർത്തം രൂപപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിൽ ബേവിഞ്ച കാനത്തുംകുണ്ടിലാണ് കഴിഞ്ഞ ദിവസം വലിയ ഗർത്തം രൂപപ്പെട്ടത്. വിവരങ്ങളുമായി ഹൈഷത്തുൽ ഷംനയും ശ്രീജിത്തും KV ബൈജുവും ചേരും. ഇനി വരുന്ന 4 ദിവസത്തേക്കാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് അറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അത് കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. മറ്റിടങ്ങളിൽ, അതായത് വടക്കൻ ജില്ലകളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ മറ്റ് 9 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, 4 ദിവസം കൂടി ശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്ക് വന്നാൽ ഒരല്പം ആശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ അലേർട്ടിന്റെ കാര്യത്തിലൊക്കെ ഒരു ആശ്വാസമുണ്ട്. വടക്കൻ ജില്ലകളിൽ വലിയ മഴ തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ശ്രീജ, വരും ദിവസങ്ങളിലും ശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് 2 ജില്ലകൾക്ക് മാത്രമാണ്, അതായത് ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് മാത്രമാണ് റെഡ് അലർട്ട് ഉള്ളത്. പക്ഷെ അത് നാളെയോടുകൂടി അത് കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുകയാണ്. നാളെ 4 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയ്ക്കുണ്ട്, ഇടുക്കി ജില്ലയ്ക്കുണ്ട്, ഒപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലയ്ക്കും നാളെ റെഡ് അലർട്ടാണ്. മറ്റന്നാളോടുകൂടി വീണ്ടും മധ്യ കേരളത്തിൽ ഉൾപ്പെടെ മഴ ശക്തമാകുമെന്നതാണ് മുന്നറിയിപ്പ്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ടെന്ന്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ മഴ അടുത്ത ദിവസങ്ങളിലായി ശക്തമാകുന്നത്. പ്രത്യേകിച്ച് മെയ് 29, 30 തീയതികളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. സംസ്ഥാനത്തൊട്ടാകെ മുഴുവൻ ജില്ലകളിലും അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. മെയ് 30-ന് മുഴുവൻ ജില്ലകൾക്കും റെഡ്, ഓറഞ്ച് അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് യെല്ലോ അലേർട്ടുകൾ പോലുമില്ല. അതിതീവ്ര മഴയായിരിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് മെയ് 30-ാം തീയതി അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഒട്ടാകെ മഴ വ്യാപിക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ മൺസൂണിന് നിരവധി പ്രത്യേകതകളുണ്ട്, വളരെ ശക്തമായ മഴയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലെ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ മൺസൂൺ എത്തുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച, അതായത് ജൂണിൽ മൺസൂൺ എത്തിയാൽ ആദ്യത്തെ ഒരാഴ്ച ഒരു ശരാശരി മഴയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ താരതമ്യേന മഴ കുറവ് മാത്രമാണ് ആദ്യത്തെ ഒരാഴ്ച ലഭിക്കാറ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. മൺസൂൺ എത്തി ആദ്യ ദിവസം മുതൽ തന്നെ കനത്ത മഴയാണ്, അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തൊട്ടാകെ അനുഭവപ്പെടുന്നത്. അതിന്റെ ഫലമായി തന്നെ വളരെ കൂടുതൽ, പതിവിലും കൂടുതൽ മഴയാണ് ഇത്തവണ ലഭിക്കുക. അത് ഇനിയും അങ്ങനെ തന്നെ തുടരുമെന്നതാണ് മുന്നറിയിപ്പുള്ളത്. സെപ്റ്റംബർ വരെ ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് കണക്ക്. ഒപ്പം തന്നെ സാധാരണ പ്രതീക്ഷിച്ചിരുന്നത് ശരാശരിയുടെ 105% മഴയായിരുന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ 108% വരെ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രവചനം വന്നിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം മഴ ശക്തമാകുന്നു. ഒപ്പം തന്നെ ഈ വടക്കൻ കേരളത്തിലെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തവണ മൺസൂൺ ആദ്യം എത്തുന്നത് വടക്കൻ കേരളത്തിലേക്കാണ്, പിന്നീടാണ് അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്നത്. അതിന്റെ ഫലമായി തന്നെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ വടക്കൻ കേരളത്തിൽ റെഡ് അലേർട്ടുകളായിരുന്നു. ഇനിയും അത് അങ്ങനെ തന്നെ തുടരും. മാത്രവുമല്ല, സംസ്ഥാനത്തൊട്ടാകെയുള്ള മഴക്കെടുതിയുടെ ഒരു കണക്കെടുത്താൽ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം, ഏപ്രിൽ മുതൽ ഇന്നലെ വരെയുള്ള ഒരു കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ, മരണം സംഭവിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ മഴക്കെടുതിയിൽ 4 ആളുകളാണ് മരിച്ചത്. ഒപ്പം തന്നെ മറ്റു ജില്ലകളിലായി 22ഓളം പേരാണ് ഇതുവരെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചത്. ഒപ്പം തന്നെ നിരവധി വീടുകൾക്ക് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. റോഡ് ഗതാഗതം, റെയിൽപാളം തകർന്ന്, അങ്ങനെയൊക്കെ നിരവധി അപകടങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ നാശനഷ്ടങ്ങളുടെ ഒരു കണക്കെടുത്താൽ അത് വടക്കൻ കേരളത്തിലാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്ന ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും
ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മെയ് 29, 30 തീയതികളിൽ അതിശക്തമായ തീവ്രമായ മഴയായിരിക്കും. അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഒപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. അതിശക്തമായ കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പുകളുണ്ട്. ഒപ്പം തന്നെ ഈ ന്യൂനമർദ്ദം, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം, അതിന്റെ ഫലമായി കൂടിയാണ് ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുന്നത്. ഒപ്പം അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിപ്പോഴും തീവ്ര ന്യൂനമർദ്ദമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ ഇത്തവണത്തെ മൺസൂണിനെ സ്വാധീനിക്കുന്നുണ്ട്, കൂടുതൽ മഴ ലഭിക്കാൻ കാരണമാകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അതീവ ജാഗ്രത, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുകൂടി നിർദ്ദേശമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കണം എന്നുകൂടി ഒരു നിർദ്ദേശം വരുന്നുണ്ട്. അതേസമയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ റെഡ് അലേർട്ടുകൾ കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നുണ്ട്. നമുക്കറിയാം, അടുത്ത ദിവസങ്ങളിലായി തന്നെ സ്കൂളുകൾ തുറക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇനി മഴ ശക്തമാകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇന്ന് എന്തായാലും 3 ജില്ലകൾക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് ആണ്, ഒപ്പം ഇടുക്കി ജില്ലയ്ക്കുമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഒക്കെ നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ഒപ്പം തന്നെ മറ്റന്നാളോടുകൂടി മധ്യ കേരളത്തിലേക്ക് കൂടി മഴ അതിശക്തമാകുന്നു എന്നതാണ് മുന്നറിയിപ്പ്. നിലവിൽ മെയ് 31 വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതിനുശേഷം ജൂൺ 1 മുതൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തവണ ജൂണിൽ മഴ ശക്തമാകുമെന്ന്. വീണ്ടും അലേർട്ടുകൾ പ്രഖ്യാപിക്കാൻ ഇടയുണ്ട്, സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഒരു ശമനമില്ല മഴയ്ക്ക്. അതിശക്തമായ മഴ തന്നെയാണ്. ജാഗ്രതയോട് തന്നെ ഇരിക്കണം എന്നതാണ്. 1 വരെ 4 ദിവസം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ 28-ാം തീയതിയാണ്. അപ്പോൾ 4 ദിവസം എന്ന് പറയുമ്പോൾ 31-ാം തീയതി വരെ മഴയുണ്ട്. 1-ാം തീയതി തൊട്ട് ശക്തമായ മഴ പിന്നെയും വരും. അപ്പോൾ ചുരുക്കത്തിൽ മഴ തന്നെയാണ്. ശ്രീജിത്ത്, ഈ മധ്യ കേരളത്തിൽ കോട്ടയത്ത് ഉൾപ്പെടെ എങ്ങനെയാണ് പൊതുവെ സ്ഥിതി? ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അലേർട്ടുകളൊന്നും കാണുന്നില്ല. ഈ ആലപ്പുഴ, കോട്ടയം അങ്ങനെ താഴ്ന്ന മേഖലകളിലൊക്കെ എന്താണ് അവസ്ഥ? താഴ്ന്ന മേഖലകളിൽ ദുരിതം ആണ് ശ്രീജ. പ്രത്യേകിച്ച് ഇന്നലെ മിനിങ്ങാന്നൊക്കെ പെയ്ത മഴ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ കാര്യം എടുത്താൽ കിഴക്കൻ മേഖലയിൽ നിന്ന് ശക്തമായ വെള്ളം ഒഴുകി വരികയും ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല, അയ്മനം, തിരുവാർപ്പ്, അതിരമ്പുഴ ഇവിടെയൊക്കെയുള്ള താഴ്ന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നലെ കുമരകം റോഡിൽ ഇല്ലിക്കൽ കവലയിൽ വെള്ളം കയറിയിരുന്നു. അതായത് ഇതൊരു പതിവ് സാധ്യതയാണ്. ഇങ്ങനെ സാധാരണ തലേന്ന് മുകളിൽ കിഴക്കൻ ഭാഗത്ത് നിന്ന് ഒഴുകുന്ന വെള്ളം പിന്നീട് ദിവസങ്ങളോളം ഇവിടെ കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അത്രയും വെള്ളം എത്തിയിട്ടില്ല. മാത്രമല്ല ഇന്നലെ ഒക്കെ ഉച്ചയ്ക്ക് ശേഷവും ഇന്ന് രാവിലെയൊക്കെ ആണെങ്കിലും കാര്യമായ മഴയില്ല. ഒരു കാര്യം കൂടിയുള്ളത്, ഈ നിൽക്കുന്ന നിൽപ്പിൽ വളരെ പെട്ടെന്നൊരു മഴ പെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന മഴയല്ല. പക്ഷെ ഇടവേളകളിൽ ഈ ശക്തമായ മഴ ഉണ്ട് എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷം ഈ ഒരു സമയത്ത് ഇത്രയും തെളിഞ്ഞ കാലാവസ്ഥ കാണുന്നത് ഇന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ഉള്ളത്. ഇപ്പോൾ നാളെയും ഈ ഷംന സൂചിപ്പിച്ച പോലെ വരും ദിവസങ്ങളിൽ ഇടുക്കിയിലൊക്കെ റെഡ് അലർട്ടൊക്കെ ഉള്ളത് കോട്ടയത്തിന് കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമായി, കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയായി വേണം ചേർത്ത് വെച്ച് കാണാൻ. എന്തായാലും ഈ മാസം 30 വരെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അതായത് ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ, മാർമല അരുവി, ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാത്രി യാത്ര ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ വലിയ കല്ലുകളൊക്കെയുള്ള, ഒരു വശത്ത് കല്ലുകളുള്ള റോഡാണ്, അതുവഴിയുള്ള രാത്രി യാത്രയുടെ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിൽ ഈ മഴയൊന്നും മാറി നിൽക്കുന്നത് മൂലം ഈ വന്ന വെള്ളം ഒന്ന് ഒഴുകി മാറുന്നതിന് ഒരു പക്ഷേ സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ ഈ സമയം തന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെ വീണ്ടും അതിശക്തമായ മഴ പെയ്താൽ അത് കൂടുതൽ ദുരിതത്തിലേക്ക് ആളുകളെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിവിധ റോഡുകളിൽ വെള്ളം കയറിയിരുന്നു. അതെല്ലാം ഇറങ്ങിയ ഒരു ആശ്വാസമാണ് ഇന്നും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഒക്കെയായി ഉള്ളത്. എന്തായാലും ഈ അലർട്ട് ഇനിയും ഉണ്ട്. ഇവിടെ കോട്ടയത്തെ സംബന്ധിച്ച് 30-ാം തീയതി വരെ ഇനിയും ഏതാണ്ട് ഓറഞ്ച് അലർട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ മാറി റെഡ് അലർട്ടിലോ കൂടുതൽ മഴയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ദുരിതം വീണ്ടും ശക്തമാകും. ശ്രീജ, KV ബൈജു കൂടി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഇപ്പോൾ നമ്മൾ മധ്യ കേരളത്തിൽ ഈ താഴ്ന്ന മേഖലയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അവിടെ പ്രശ്നം
മണ്ണിടിച്ചിലും അല്ലെങ്കിൽ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന റിസ്കുകൾ ഒരു ഭാഗത്തുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിൽ ഒരു ബേവിഞ്ച ഭാഗത്ത് ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു എന്ന് പറയുന്നത്, വീണ്ടും ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കാസർഗോട്ടെ അവസ്ഥ എന്താണ്? ശ്രീജ, എന്തായാലും 10 ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഈ റോഡ് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, മുംബൈ അതുപോലെ തന്നെ കന്യാകുമാരി പ്രധാന പാതയിലാണ് ചട്ടഞ്ചാൽ ചെർക്കള ബേവിഞ്ചയിൽ, ചട്ടഞ്ചാലും ചെർക്കളയ്ക്കിടയിൽ ബേവിഞ്ചയിൽ ഇത്തരത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത്. മാത്രമല്ല, ഈ പ്രദേശത്ത് ഇപ്പോഴും വലിയ അപകട സാധ്യത പല ഭാഗങ്ങളിലായി ഉണ്ട്. അത് ജില്ലാ ഭരണകൂടം തന്നെ നേരത്തെ വിലയിരുത്തുന്നത് ശക്തമായ മഴ വരുന്ന സമയത്ത് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുകയും പകരം ചന്ദ്രഗിരി പാലം വഴി വാഹനങ്ങളെ കടത്തിവിടുന്ന ഒക്കെ സാഹചര്യമാണ്. ഏതായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. ആശങ്കയുണ്ടാക്കിയത് അത് തന്നെയാണ്. ഈ പ്രദേശത്ത് ഇനിയും അപകട സാധ്യതയുണ്ട്. എന്തായാലും വീരമലൽക്കുന്ന് അതുപോലെ തന്നെ മട്ലായിക്കുന്ന്, ഈ ബേവിഞ്ച ഈ പ്രദേശം ഏറെ അപകട സാധ്യതയുള്ളതാണെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതുമാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് ഒരു പരിശോധന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രോൺ പരിശോധനയാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ മണ്ണിടിച്ചിൽ ഇത്തരത്തിൽ വലിയ മല അശാസ്ത്രീയമായി ഇടിച്ചാണ് ഇവിടെയൊക്കെ റോഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിന് എത്രയൊക്കെ സാധ്യതയുണ്ടെന്ന് അറിയാൻ ഒരു ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഇന്ന് നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ ഈ ഗർത്തമുണ്ടായത് സംബന്ധിച്ച് ഒരു അടിയന്തര റിപ്പോർട്ട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഇന്ന് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നൽകും. എന്തായാലും 4ഓളം സ്ഥലങ്ങൾ വലിയ മണ്ണിടിച്ചിലും 52 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം ഈ 10 ദിവസം തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായ ഒരു സാഹചര്യം കൂടിയുണ്ട്. കർഷകരെയാണ് ഏറ്റവും കൂടുതൽ ഈ കാലവർഷം ബാധിച്ചിട്ടുള്ളത്. 1.5 കോടിയിലധികം രൂപയുടെ കൃഷിനാശമാണ് ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കുന്നത്. ഏറ്റവും കൂടുതൽ വാഴക്കൃഷി, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഴക്കൃഷിയുള്ളത് മടിക്കൈ പഞ്ചായത്തിലാണ്. ഇവിടെയൊക്കെ കർഷകരുടെ എല്ലാ സ്വപ്നങ്ങളും തകർക്കുന്ന രീതിയിലാണ് ഈ കാലവർഷം. എന്തായാലും വാഴക്കൃഷി പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി വീടുകൾക്കും ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരങ്ങൾ വീണും വൈദ്യുതി പോസ്റ്റ് വീണും വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിലും, അതായത് ഇനി 3 ദിവസത്തെ കൂടി അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊന്നും ആരെയും ഇതുവരെ മാറിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണ്. അതോടൊപ്പം കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലുള്ളവർക്കും മലയോര മേഖലകളിലുള്ളവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശ്രീജ. ശരി, KV ബൈജു, G ശ്രീജിത്തൊപ്പം ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയുണ്ട്. ഇത്തവണത്തെ മഴ അത്ര എളുപ്പം അങ്ങ് തീരുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം സാധാരണ വരുന്നതിനേക്കാൾ വളരെ വളരെ നേരത്തെ മഴ എത്തിയിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുകയാണ്. ജൂൺ മാസം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല മഴ ലഭിക്കുമെന്ന്. അപ്പോൾ വെള്ളം മണ്ണിൽ തങ്ങി നിൽക്കുന്നിടത്തോളം കേരളത്തെ സംബന്ധിച്ച് റിസ്കുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതീവ ജാഗ്രതയോടെ നമുക്കിരിക്കാം. മറ്റ് വാർത്തകളിലേക്ക് പോകാം.